എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല മുരിഞ്ഞ നാടൻ പരിപ്പ് വടയുടെ റെസിപ്പി കാണാം. ചനാദാൽ എന്ന് പറയില്ലേ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. പരിപ്പെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു പരിപ്പെടുത്ത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടുവേ കീറിയത് പോകും. ഇനി ഈ പരിപ്പ് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഇതിലില്ലാത്ത രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് ഈ പരിപ്പ് ഇട്ടിട്ട് 5 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളവും പോയി കിട്ടും. ഇനി പരിപ്പ് വടയിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് 4 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന ചെറിയ ഉള്ളി ഏകദേശം ഈ വലുപ്പത്തിലാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം വേണ്ടി വരും കേട്ടോ. ഇതിനകത്തേക്ക് സവാള വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും സവാളയും മിക്സ് ചെയ്ത് ചേർത്താലും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഞാനൊരു പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒരു ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ആദ്യം ചെറിയുള്ളി ഇട്ടിട്ട് 2 വട്ടം ചോപ്പ് ചെയ്തെടുക്കാം, എന്നിട്ട് മറ്റ് സാധനങ്ങളിട്ട് ചോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇടാം. ഈ പരിപ്പിലെ വെള്ളം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്നു. ഇപ്പോൾ ഇതിലെ എല്ലാ വെള്ളവും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ട് 2-3 വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ ഇടത് സൈഡിലേക്കായിട്ട്, അപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിച്ചാണ് കേട്ടോ ഇത് ക്രഷ് ചെയ്തെടുക്കണ്ടേ. 2-3 വട്ടം ചെയ്താൽ മതിയാവും. ഓരോ വട്ടം ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗവും ക്രഷ് ചെയ്യാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ഞാനിതിൽ. അപ്പോൾ ഈ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയിടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പോട ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് മാത്രം പരിപ്പ് വട ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആ കുഴച്ച് വെച്ചിരിക്കുന്നതിനകത്ത് നിന്ന് ഒരു ഉരുളയായിട്ട് എടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒരു ബോൾ ഷേപ്പിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. നന്നായിട്ട് അമർത്തി ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ നല്ല ഉരുളയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇടത് കൈ അല്പം നനച്ചു കൊടുത്തിട്ട് ആ കൈയുടെ നടുക്ക് വെച്ച് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അപ്പം തന്നെ ആ നന്നായിട്ട് തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പരിപ്പോടയുടെ ഷേപ്പിൽ ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ ഓയിലിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. ഉണ്ടാക്കി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഉരുളയായിട്ട് എടുക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വറുത്ത് കിട്ടാനും ചെറു പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇടത്ത് കൈ ഒന്ന് അല്പം നനയ്ക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാ. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പരിപ്പവട റെഡി ആയിട്ടുണ്ട്. ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് ഇത്തിരി കൂട്ടിയിട്ട് കൊടുക്കണം. ഓയിൽ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പരിപ്പവട നമുക്കൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ നല്ല മൊരിഞ്ഞ പരിപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.